കുറ്റപത്രത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഏതൊക്കെ കണ്ടെത്തലുകൾ നടത്തിയെന്നാണ് ACP പറയുന്നത്? മിഥില ബാലൻ. അഷ്മി, തീർച്ചയായും കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസിന്റെ കുറ്റപത്രമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. എനിക്കിപ്പം ഇപ്പോൾ അർഷിന തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തീർച്ചയായും വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മളെ ശക്തമായ കൂട്ടായ പോരാട്ടത്തിൻ്റെ വിജയം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് പൂർണ്ണനീതി ആയിട്ടില്ല. പൂർണ്ണനീതിക്കായി നമ്മൾ നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് തന്നെ എന്തായാലും ലക്ഷ്യത്തിലെത്തിയിട്ട് തന്നെ നമ്മൾ. ഇതിൽ നിർണായകമായത് കൊല്ലത്ത് നടത്തിയ MRI സ്കാനിന്റെ റിപ്പോർട്ടാണ്. അതെ അതെ, അത് മെഡിക്കൽ ബോർഡിൻ്റെ എല്ലാ അന്വേഷണത്തിലും നമുക്കൊന്നുപോലും അനുകൂലമായിട്ട് വന്നിട്ടില്ല. അപ്പം MRI സ്കാനിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം വൈറലുണ്ടെങ്കിൽ എന്തായാലും അത് അറിയും എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് അവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. മെഡിക്കൽ ബോർഡാണെങ്കിൽ നെഗ്ലിജൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർ ഉറപ്പ് തന്നിട്ടുള്ളൂ. പക്ഷേ എവിടുന്ന് സംഭവിച്ചു എന്നുള്ളതിൽ അതിലിപ്പോൾ ACP സുദർശൻ സാറും സംഘവും അത്രയും ആത്മാർത്ഥമായ അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അവരോട് ഹൃദയത്തിൽ നിന്നുള്ള അത്രയും വലിയൊരു നന്ദി അറിയിക്കും. കുറ്റപത്രം സമർപ്പിച്ചു, ഒപ്പം തന്നെ പ്രതികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പൂർണ്ണമായും നീതി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അവസരത്തിൽ? നമുക്ക് നീതി ലഭിച്ചു. ഇനി പൂർണ്ണമായ നീതിയിലേക്ക് എത്തുന്നത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു നഷ്ടപരിഹാരം കൂടി ആകുമ്പോൾ മാത്രമാണല്ലോ പൂർണ്ണമായ നീതി. അതിനുള്ള തുടക്കം, അതിനുള്ള വഴി തുറന്നു വന്നു. ഇനി നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് തന്നെ. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് പോകും. ഇനി ഒരാൾക്കും ഇത്രയും ഗതികേട് ഉണ്ടാവരുത്. ഈ ഒരു നെഗ്ലിജൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നീതി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നീതി ലഭിച്ചില്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. പിന്നെ എല്ലാം സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയാന്നല്ലാണ്ട് ഇത്രയും നമ്മളെ പോരാട്ടത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ സർക്കാർ സാങ്ഷൻ കൊടുത്തു എന്നുള്ളത്. ബാക്കി ഇനിയും നിയമ പോരാട്ടമായി മുന്നോട്ട് പോകണം. എന്തായാലും ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ആഷ്മി, ഇതാണ് ഹർഷിനയ്ക്ക് പറയാനുള്ളത്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 750 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകം എന്നത്, ഏറ്റവും തെളിവെന്ന് പറയുന്നത് 2017 ജനുവരിയിൽ കൊല്ലത്ത് വെച്ച് നടന്ന MRI സ്കാനിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും കുറ്റക്കാർ, അതായത് ഈ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആരോഗ്യ വകുപ്പ് എടുത്തെടുത്ത് പറഞ്ഞ ഒരു കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോഴും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് ഇത്തരം ഒരു ശസ്ത്രക്രിയാ ഉപകരണം ഹർഷിയുടെ വയറ്റിൽ കുടുങ്ങിയത് എന്ന് തെളിയിക്കത്തക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ അടങ്ങിയ കുറ്റപത്രമാണ് ACP സുദർശൻ അല്പസമയം മുമ്പ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അർഷിന നീതി ലഭിച്ചു, പക്ഷേ നിയമ പോരാട്ടം തുടരും. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തും വേണ്ടത്ര പിന്തുണ തനിക്ക് ലഭിച്ചില്ല എന്നും അർഷിന പറയുന്നുണ്ട്. അഷ്മി, നമുക്കറിയാം ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അന്ന് മുതൽ തന്നെ അർഷിനയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയും ഒപ്പം 24 സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ദീപക് അത് തന്നെയാണ് മിഥില പറയുന്നത്. നമ്മളാണ് ആ വാർത്ത ആദ്യം കൊണ്ടുവന്നത് മാത്രമല്ല, നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ നിന്നു. ഹർഷനയുടെ ഓരോരോ വേദനകളും ഓരോരോ സങ്കടവും അപ്പോൾ നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഹർഷനയുടെ ഓരോരോ സമരങ്ങൾ മറ്റൊരു ചാനലും ചെയ്യാത്തവണ്ണം നമ്മൾ അവരുടെ കൂടെ നിന്നു, ചേർത്ത് പിടിച്ചു നിന്നു. അപ്പോൾ ഈ വിജയത്തിൽ നമ്മുടെ വാർത്തയുടെ ഇടപെടൽ ശക്തി കൂടിയുണ്ട് ദീപക്. നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പറയുന്നതല്ല, പക്ഷേ ഇടപെടൽ ശക്തിയുണ്ട്. അതായത് 24 കൃത്യമായി ഒരു ഇരയ്ക്കൊപ്പം നിന്നു പോരാടി, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആരോഗ്യവകുപ്പ് ആദ്യം ഇടപെട്ടു. പക്ഷേ അതിൽ നിന്നും കുറ്റവാളിയെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. പക്ഷേ ഒടുവിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണം ഉണ്ടാകുന്നു. അന്വേഷണത്തിൽ ACP സുദർശനൻ അന്വേഷണം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക്, അതായത് ഈ സ്കാനിങ് മെഷീന്റെ കമ്പനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴി ശേഖരിച്ച് ഏതൊക്കെ സമയത്ത് ആരൊക്കെ ഓപ്പറേറ്റ് ചെയ്തു, എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. മാത്രവുമല്ല, മെഡിക്കൽ കോളേജിലെ പഴയ CCTV ഉൾപ്പെടെ 72 പേരുടെ സാക്ഷി മൊഴികളാണ് ഈ കേസിലുള്ളത്. 300-ലേറെ പേജുകളുള്ള കുറ്റപത്രത്തിൽ ഈ 72 സാക്ഷികളുടെയും മൊഴികളിൽ പരസ്പര വിരുദ്ധമായ മൊഴികളില്ലാത്ത വിധത്തിൽ കൃത്യമായി കോടതിയിൽ പ്രോസിക്യൂഷന് വാദിച്ച് ശിക്ഷ വാങ്ങിച്ചു നൽകാവുന്ന രീതിയിൽ. മാത്രമല്ല, ഇതിൽ IPC 2 വകുപ്പുകൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് IPC 388. ഒരുപക്ഷെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ചരിത്രത്തിൽ IPC 388 പ്രകാരം 2 ഡോക്ടേഴ്സിനെയും 2 നഴ്സസിനെയും കുറ്റക്കാരാക്കി കുറ്റപത്രം നൽകുന്നത് ആദ്യത്തെ സംഭവമാണ്. കേരളത്തിന്റെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ആഷ്മി, 24നെ സംബന്ധിച്ചിടത്തോളം ഇത് 24ന്റെ ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് തന്നെയാണ്. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല. നമ്മുടെ സാമൂഹ്യ ദൗത്യത്തിൽ ഒരു ഇരയ്ക്കൊപ്പം ആരും അറിയാത്ത ഒരു വാർത്ത ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു 24ന്റെ കോഴിക്കോട് ബ്യൂറോ. അതിനുശേഷം
നിരന്തരമായ ഇവരുടെ പോരാട്ടം. ഈ രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ ഇത് ഏറ്റെടുക്കുന്നത് ഏറെ വൈകിയാണ്. ഈ പറയുന്ന പല പൊതുപ്രവർത്തകരും ഇതിൻ്റെ സമര നേതാക്കളൊക്കെയായി വരുന്നത് വളരെ വൈകിയാണ്. അതിനു മുമ്പ് താമരശ്ശേരിയിൽ പോയി അർഷീനയുടെ വസതിയിൽ നിന്നും ആദ്യം തന്നെ അർഷീനയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. ആ വികാരപരമായ ദൃശ്യങ്ങൾ, നമ്മുടെ ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലിയായിരുന്നു ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി ഇതിലേക്ക് ശ്രദ്ധിക്കുന്നത്. പിന്നീട് നിയമസഭയിൽ ഉൾപ്പെടെ സർക്കാർ തലത്തിൽ ആരോഗ്യവകുപ്പ്, ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ 24-നോട് വിശദാംശങ്ങൾ ചോദിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് അർഷീനയെ കാണുന്നു. ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ. എന്നാൽ അതുകൊണ്ടൊന്നും അർഷീന തൃപ്തിയാകുന്നില്ല. കാരണം ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യമായിരുന്നു ആദ്യം മുതൽ അർഷീന എടുത്തത്. അതിനൊപ്പവും 24 നിന്നു. അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ആരോഗ്യ വകുപ്പിനും അപ്പുറം അങ്ങനെ ആഭ്യന്തര വകുപ്പിൽ പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. അങ്ങനെ കോഴിക്കോട് നോർത്ത് ACP സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ 72 സാക്ഷിമൊഴിയോടുകൂടി നിരവധി തൊണ്ടി മുതലുകളോടുകൂടി ഈ സ്കാനിംഗ് പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറ്റപത്രം നൽകി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി IPC 338 അതുപോലെ റെഡ് വിത്ത് 34 ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഹാഷ്മി, ദീപക് ധർമ്മടമാണ് ആ വാർത്തയുടെ നമ്മൾ 24 വാർത്തയെ തുടർന്ന് നമ്മൾ നടത്തിയ ഫോളോ അപ്പിൻ്റെ വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ വയറ്റിൽ ഒരു കത്തരിയുമായി ഒരു സ്ത്രീ ദീർഘകാലം ജീവിക്കേണ്ടി വരിക, ഉണ്ടാകുന്ന എന്താണ് വയറുവേദനയ്ക്ക്, പഴുപ്പ് കയറലിന് ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടിക്ക് അതിൻ്റെ കാരണം കത്തരിയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വരിക, അങ്ങനെ ദീർഘവർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങളുമായി പല പല ആശുപത്രിയിൽ കയറി ഇറങ്ങുക, അതുമായി ബന്ധപ്പെട്ട പല പല സാമ്പത്തിക നഷ്ടമടക്കം കുടുംബജീവിത പ്രശ്നമടക്കം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒടുവിൽ ഇത് വയറ്റിൽ മറന്നു വെച്ച കത്തരിയാണ് തിരിച്ചറിയപ്പെടുന്നു. പിന്നെ നീതിക്കായുള്ള ഒരു നിതാന്ത പോരാട്ടം ഹർഷനോട് കണ്ടു. അതിൽ ഹർഷനയുടെ സമരവീര്യം അഭിവാദ്യമർപ്പിക്കേണ്ട ഒരു സമരവീര്യം തന്നെയാണ്. അതിനൊപ്പം 24 നിന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം നൽകുകയും ചെയ്യുന്നു. നമുക്ക് ഒരു പ്രേക്ഷക പറയുന്നുണ്ട്, അല്ല കത്രിക വെച്ചത് വിദേശത്തായിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടിയെന്ന് പറയുന്നു. ഉറപ്പായും ഹർഷീന നഷ്ടപരിഹാരം അർഹിക്കുന്നുണ്ട്. അവരുടെ വേദനകൾക്ക് അവരുടേതല്ലാത്ത മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു കൈപ്പിഴവിന് ഉണ്ടായ ഒരു സംഭവത്തിന്, മെഡിക്കൽ നെഗ്ലിജൻസിന് അവർ നഷ്ടപരിഹാരം അർഹിക്കുന്നു. അത് കൊടുക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥവുമാണ്. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.